ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റംസാൻ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈസ്റ്റ് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 കോഴിമുട്ടയും 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. കൈ കൊണ്ടാകുമ്പോൾ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുക, അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിന് ശേഷം ആവശ്യമുള്ള ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് ഇതുപോലെ മാവൊന്ന് കുഴച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലോട്ട് അല്പം ഓയിൽ ചേർത്തിട്ട് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ സാധാ മസാലക്കൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും കൂടി ചേർത്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവ് 2 മണിക്കൂറിന് ശേഷം നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ഒട്ടലുള്ളത് കാരണം കുറച്ചുകൂടി പൊടിയൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ നല്ലപോലെ ഒട്ടാത്ത ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. അതിന് ശേഷം എന്താ കൈകൊണ്ട് നല്ല ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു എന്താ പറയുക, കുബൂസിൻ്റെ ആ ഒരു അളവിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ കേട്ടോ. ഒരു ചെറിയ കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. നമ്മളിത് ഒരു 5 മിനിറ്റ് കൂടി റെസ്റ്റ് എടുക്കാൻ വെക്കുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും. അപ്പോൾ ആ ഒരു അളവിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ അത് അത്യാവശ്യം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ചെറിയൊരു വട്ടത്തിലൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിൽ കുറച്ച് മാവൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഒന്ന് എന്താ പറയുക, നമ്മുടെ കുബൂസൊക്കെ ചുട്ടെടുക്കേണ്ടത്. ഇത് ചെറിയൊരു മിനി വേർഷനാണ് കുബൂസിൻ്റെ എന്ന് പറയുക. ഇനി ഒരു പാനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൽ മേലെ ബബിൾസൊക്കെ വന്നിട്ടുണ്ടാവും, ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും 1 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ കുബൂസൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരുപാട് ഇത് കളർ വരുന്ന രീതിക്ക് ആക്കരുത്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ കുബൂസിന്. ഇനി ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് അല്പം ഓയിലൊന്ന് ചേർത്തിട്ട് അതിലോട്ട് ഓണിയനും ക്യാരറ്റും ക്യാബേജും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കുംബറും ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ മയോണീസ്, നല്ല കട്ടിയുള്ള മയോണീസും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുബൂസ് ഇതുപോലെ നടുവായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മിനി പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഞങ്ങളുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല, ഞാനിവിടെ മാവൊക്കെ റെഡിയാക്കിയത് ഇനി ഇരിക്കുന്നുണ്ട് കേട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നോമ്പ് തുറക്കുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്കോടയൊക്കെ ഉമ്മ ചുട്ടുണ്ടായിരുന്നു, അതും എല്ലാം റെഡിയായി. നമ്മൾ വെള്ളവും അതുപോലെ എല്ലാതും കലക്കി വെച്ച് എല്ലാവരും നോമ്പ് തുറക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.